അമ്മേ. ആ വാ. എന്താമ്മേ ഞങ്ങളോട് ഉടനെ വരാൻ പറഞ്ഞത്? എന്തെങ്കിലും കാരണമില്ലാതെ ഞാൻ അങ്ങനെ പറയത്തില്ലല്ലോ. ഇരിക്കും മോനെ. സേതുവേ. ഏട്ടാ എങ്ങനെയുണ്ട് അപ്പൊ പുതിയ താമസമൊക്കെ? അതിങ്ങനെ കാണുമ്പോ ചോദിച്ചാ മതിയല്ലോ. ഏട്ടനൊന്നും അങ്ങോട്ട് വന്നൂടെ? സമയം കിട്ടണ്ടേ ഭാമേ? എന്തായാലും ഈ ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരാം. വന്നിട്ട് പറയാൻ വന്നു അല്ലേ അമ്മേ? എന്നെ നോക്കണ്ട, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാ. ഭാനു ഇവിടെ ഉണ്ടായിരുന്നോ? പോയില്ലേ? ഇല്ല ഏട്ടാ, ഇന്ന് ലീവാ. ഇങ്ങനെ ക്ലാസ് മുടക്കരുത് കേട്ടോ ഭാനു. അവസാനം കിടന്ന് ഓടേണ്ടി വരും. ഇല്ല ചേച്ചി, അതൊക്കെ ഞാൻ കവർ ചെയ്യും. ഇത്ര വേഗം എത്തിയോ? അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വലിയ ദൂരമില്ല ഏട്ടാ. എന്താ ആന്റി, എന്തോ സീരിയസ് മാറ്റർ ആണെന്ന് തോന്നുന്നല്ലോ. എന്തായാലും സ്വത്ത് ഭാഗം വെക്കാനല്ലെന്നറിയാം അല്ലേ ഭാവനേച്ചി? നീ അമ്മയെ കളിയാക്കൊന്നും വേണ്ട അല്ലേ അമ്മേ? അവള് കളിയാക്കട്ടെ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എന്താമ്മേ കാര്യം പറ. ഇവളുടെ കാര്യം നിങ്ങളോടൊക്കെ ഒന്ന് ആലോചിക്കാനാ വരാൻ പറഞ്ഞത്. ഭരത് വന്ന് നിങ്ങളോടെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് അറിയാം. എന്നാലും അതിനു ശേഷമുള്ള കാര്യമൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ. മോഹനന്റെ മോനും ഭാനുവായിട്ടുള്ള കല്യാണം നടത്തിയാലോ എന്ന് ആലോചിക്കുന്നേ. അവരെന്തോ വലിയ സ്ത്രീധനോ ചോദിച്ചെന്നല്ലേ ഞാൻ വിളിച്ചപ്പോ അമ്മ പറഞ്ഞേ. നമുക്ക് ഈ ബന്ധം പറ്റില്ലെന്നും അമ്മ പറഞ്ഞതായിരുന്നല്ലോ. എന്നിട്ടെന്താ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം? അവര് സ്ത്രീധനൊന്നും വേണ്ടെന്ന് പറഞ്ഞോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താ, അവര് ചോദിച്ച പോലൊക്കെ വീടും കാറും ഒക്കെ കൊടുക്കാന്ന് സമ്മതിച്ചോ? സമ്മതിക്കാൻ ഞാൻ ഇവിടെ വല്ലതും സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെ ഈ കല്യാണം നടത്തുന്ന അമ്മ പറയുന്നേ? ഭാമേ, ഭാനുവിന് ജയേഷിനെ ഇഷ്ടമാണ്. ജയേഷിനെ മാത്രമേ വിവാഹം കഴിക്കൂന്നാ ഇവള് പറയുന്നത്. അപ്പൊ പിന്നെ നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ലല്ലോ. എന്താ ഭാനു, നിനക്ക് അത്രയ്ക്ക് ബോധമില്ലേ? എന്ത് കണ്ടിട്ടാ നീ അവനെ പ്രേമിച്ചത്? അപ്പൊ നീ പഠിക്കാനല്ലേ കോളേജിലേക്ക് പോകുന്നേ?